ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഷോർട്സ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ കൂടി കല്യാണമായിരുന്നു. ആളുടെ പേര് റീനു എന്നാട്ടോ. അപ്പോൾ അവളുടെ കല്യാണമായിരുന്നു ഇന്ന്. അവളുടെ കല്യാണം നടന്നിരിക്കുന്നത് പടമുകളിൽ ജുമാ മസ്ജിദ് ഹാളിൽ വെച്ചാട്ടോ കല്യാണം. ആക്ച്വലി ഇത് കല്യാണം ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജ് ആട്ടോ. ഇൻ്റർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ റിലീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. പെണ്ണ് വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ നിന്നും ചെറുക്കൻ ഹിന്ദു നായരാണ്. അപ്പോൾ ഏറ്റവും അടിപൊളി പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെ കല്യാണം നടക്കുന്ന ഒരു മുസ്ലിം ഓഡിറ്റോറിയത്തിൽ വെച്ചാട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടം. രണ്ട് കൂട്ടർക്കും ഒരു പരാതിയില്ല. അതാണ് ഒരു ക്രിസ്ത്യൻ ഹാളിലോ ഒരു ഹിന്ദു ഓഡിറ്റോറിയത്തിലോ ഒന്നും അല്ല, ഒരു മുസ്ലിം ഹാളിൽ വെച്ചാണ് നടത്തിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ താലികെട്ടെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ട് കൊടുക്കാൻ പോണേണ്. അപ്പോൾ ആക്ച്വലി ഭയങ്കര തിരക്കായിരുന്നു. ഇടയിൽ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കെട്ടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എടുത്തിരുന്നു, പക്ഷെ അത് അത്ര ക്ലിയർ അല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ മാലയിടുന്ന വീഡിയോ ഇതിലിടാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഫോട്ടോ എന്ന് തന്നെ പറയുന്നത്, വീഡിയോ ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ റീനു കുട്ടിയുടെയും KP അതായത് കൃഷ്ണപ്രസാദിൻ്റെയും കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇവരെ കല്യാണം മാത്രമല്ല, ഇന്ന് എൻ്റെ 11th വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ കല്യാണത്തിലേക്ക് വന്നു. കല്യാണമൊക്കെ കണ്ട് കഴിഞ്ഞേക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ സദ്യ ഉണ്ണാൻ വേണ്ടി അങ്ങോട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ സദ്യ നല്ല സൂപ്പർ സദ്യയായിരുന്നു. ആക്ച്വലി ഞാൻ സദ്യ ഫാൻ അല്ല കേട്ടോ, കാരണം എനിക്ക് സദ്യ കൊണ്ട് എനിക്ക് മടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു. പ്ലസ് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കറിയും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് 2 തരം പായസവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പായസമൊക്കെ വന്നു. യൂഷ്വൽ പരിപ്പ് പായസം, നമ്മുടെ പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് പാലട പായസം പപ്പടമൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ച് വയറങ്ങ് ഫില്ലായിട്ടോ. ഇനി സത്യം പറഞ്ഞാൽ ഒരു ബെഡ് കിട്ടി അവിടെ തന്നെ കിടന്നുറങ്ങും, അത്രയും കഴിച്ച് ക്ഷീണമായി ഞങ്ങൾക്ക്. അപ്പം അതെല്ലാം കഴിഞ്ഞ് കല്യാണ പെണ്ണിൻ്റെയും അവളുടെ കുറേ കുട്ടി കസിൻസൊക്കെ ആയിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഹാളിൽ നിന്ന് ഞങ്ങളൊരു ഊബർ ഓട്ടോ പിടിച്ച് നേരെ പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷനിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് കത്തിയൊക്കെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും മെട്രോയിൽ കയറി. അവളെ കടവന്ത്രയിൽ ഇറക്കി വിട്ടു. ഞാൻ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇനി നേരെ ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടിൽ ദെൻ ടാറ്റാ ബൈ.